ഇപ്പൊ ഡെസിമൽസിന്റെ അഡീഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ആഡ് ചെയ്യാൻ? നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 138. അതിൽ അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് കണ്ടോ? ബി ക്വസ്റ്റ്യൻ കണ്ടോ? അതെങ്ങനെയാ ചെയ്യാം? 3 നമ്പേഴ്സ് ഒക്കെ വരുമ്പോ നമ്മൾ ആഡ് ചെയ്യുമ്പോ കറക്റ്റ് കോളത്തിൽ എഴുതിയിട്ട് വേണം ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഫസ്റ്റ് ഏതാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1.23 1.23 പ്ലസ് 8.4. 8.4 എന്ന് പറയുമ്പോ വൺസിന്റെ പ്ലേസിൽ 8.4 ന്റെ പ്ലേസ് എന്തോ? എയ്റ്റ് 8.4 എന്ന് പറയുമ്പോ വൺസിന്റെ പ്ലേസിൽ, ഇത് വൺസിന്റെ പ്ലേസ്, ഇത് 10th, ഇത് 100th. ഓ പേജ് നമ്പർ 138. നെക്സ്റ്റ് വരുന്നത് 23.627. 23 എന്ന് പറയുമ്പോൾ ടെൻസിന്റെ പ്ലേസിൽ 2, 3 വൺസിന്റെ പ്ലേസിൽ 0.627. ഓക്കെ, ഇവിടെ 8.4 കഴിഞ്ഞിട്ട് വേറെ ഡിജിറ്റ് ഒന്നുമില്ല. പക്ഷെ 23 പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പ്ലേസിൽ 3 ഡിജിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് 2 സീറോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1.23 കഴിഞ്ഞിട്ട് ഒരു സീറോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായി? ഡെസിമൽ പ്ലേസിലെല്ലാം ഇതെല്ലാം ഇക്വാലന്റ് ഡെസിമൽസ് ആയി മാറി. ഡെസിമൽ പ്ലേസിലെല്ലാം സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആയതുകൊണ്ട് ഇതെല്ലാം ഇക്വാലന്റ് ഡെസിമൽസ് ആയി മാറി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാവും. 8.4 കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സീറോ ഇട്ട് കൊടുത്താലും അതിന്റെ വാല്യൂല് ചേഞ്ച് വരുന്നില്ല. 0.4, ആ 4 വരുന്ന 10th പ്ലേസിൽ തന്നെ, അതുകൊണ്ട് അതിന്റെ വാല്യൂല് ചേഞ്ച് വരുന്നില്ല. സീറോ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. തൗസൻഡ്സിന്റെ പ്ലേസിൽ 0 + 0 + 7 7, 3 + 0 3, 3 + 2 5, 2 + 4 6, 6 + 6 12ന് 2 എഴുതി. റിമൈനിങ് 1 ഉണ്ട്, അത് വൺസിന്റെ പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. ഡെസിമൽ പോയിന്റ് അതേപോലെ അവിടെ ഇട്ട് കൊടുക്കാം. വൺസിന്റെ പ്ലേസിൽ അത് ആഡ് ചെയ്യുമ്പോൾ 1 + 1 2, 2 + 8 10, 10 + 3 13, 13ന്റെ 3 എഴുതി. 1 ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. 1 + 2 3, 33.257. 33.257. ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതിയെടുക്കുന്നോ? പെട്ടെന്ന് എഴുതിയെടുത്തു. $18.123. 18.123 plus 3.01. 3.01. തൗസൻഡ്സിന്റെ പ്ലേസിൽ ഒരു സീറോയും കൂടി ആഡ് ചെയ്യാം. 3.01 and 187. 187 എന്ന് പറയുമ്പോൾ അതിൽ ഡെസിമൽ പാർട്ട് ഒന്നും വരുന്നില്ല, ഹോൾ നമ്പർ പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. എന്നാലും നമ്മൾ ജസ്റ്റ് ഡെസിമൽസ് ആഡ് ചെയ്യുമ്പോൾ 187.000 എന്ന് എഴുതും. കാരണം ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആഡ് ചെയ്യുമ്പോൾ 3 + 0 + 0 3, 2 + 1 3,
1 plus 0 plus 0, 1 point. 8 plus 3, 11. 11 plus 7, 18. 18 8 എഴുതാ. റിമൈനിങ് 1 ക്യാരി ഓവർ ചെയ്യുന്നു. 1 plus 1, 2. 2 plus 8, 10 ന് 0 എഴുതി. അഗെയിൻ 1 ക്യാരി ഓവർ ചെയ്തു. 1 plus 1, 2. 208.133. 208.133. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. മൂന്നാമത്തേത് 3.85. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെക്കാം. 3.85 പ്ലസ് 1.07 പ്ലസ് 0.373. ഒന്ന് ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചേ. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓരോ സീറോയും കൂടി ആഡ് ചെയ്തു. 3, 5 plus 7, 12. 12 plus 7, 9. 19. 19 9 എഴുതി. 1 carry over ചെയ്തു. 1 plus 8, 9. 9 plus 3, 12. 12 ൽ നിന്ന് 1 carry over ചെയ്തു. പോയിന്റ് ഇട്ടു. 1 plus 3, 4. 4 plus 1, 5. ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. 5.293. ഓക്കെ, അതിൽ ബാക്കിയുള്ള 3 എണ്ണവും അതിന് തൊട്ടു മേലെ കൊടുത്തിരിക്കുന്ന 4 എണ്ണവും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. തൊട്ടു മേലെ കൊടുത്തിരിക്കുന്ന 9, 10, 11, 12 എന്നുള്ളത് ഞാൻ ചെയ്തായിരുന്നോ? ഏതാ ഇപ്പൊ എടുക്കുന്ന പേജ് നമ്പർ 138. അടുത്തത് നമുക്ക് പറയാനുള്ളത്, അതിൽ ആ ബാക്കിയുള്ളത് ഹോംവർക്ക് ചെയ്യാം. അറേഞ്ച് ഇൻ കോളംസ് ആൻഡ് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 4ഉം 5ഉം 6ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 9, 10, 11, 12 ഹോംവർക്ക് ചെയ്യാത്തവര് അത് ചെയ്യാം, അല്ലാത്തവർ അതും കൂടി. അടുത്തത് നമുക്ക് പറയാനുള്ളത് സബ്ട്രാക്ഷൻ. അഡീഷൻ പോലെ തന്നെ സബ്ട്രാക്ഷനും. അതില് ആ പേജിൽ ഏറ്റവും അടിയിൽ റിമെമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്ലേസ് വാല്യൂസ് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. റിമെമ്പർ എന്ന് പറഞ്ഞ് ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ടു സബ്ട്രാക്ട് ഡെസിമൽസ്, write the decimals in columns such that the digits having the same place value are in the same column and the decimal point is in the decimal column. Fill vacant places if any with zeros. നമ്മൾ കോളം ആക്കി എഴുതുന്ന സമയത്ത് സെയിം പ്ലേസ് വാല്യൂ ഉള്ള ഡിജിറ്റ്സ് സെയിം കോളത്തിൽ എഴുതാം. ഡെസിമൽ പോയിന്റിന്റെ കോളത്തിൽ എഴുതാം. ഏതെങ്കിലും പ്ലേസിൽ ഡിജിറ്റ് ഇല്ലെങ്കിൽ അവിടെ 0 വെച്ച് ഫില്ല് ചെയ്യാം. നമ്മൾ ചെയ്തതുപോലെ നേരത്തെ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതും 3 ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂസ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉള്ളതിൽ ലാസ്റ്റ് നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 0 വെച്ച് ഫില്ല് ചെയ്യാം. Subtract the decimals as we subtract whole numbers. നമ്മൾ ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഡെസിമൽസ് സബ്ട്രാക്ട് ചെയ്യാം. ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട, സെയിം പ്ലേസിൽ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. Put the decimal point in the decimal point column. Exercise 7.6, page number 139. Exercise 7.6. Arrange in columns and subtract. First question. 36.5 minus 29.87. 29.87.
87. ഇതിൽ ആദ്യത്തെ നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പ്ലേസിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ട് ചെയ്യാം. 0ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് 1 ബോറോ ചെയ്യുന്നു. ഈ പ്ലേസിൽ 10 ആയി. ഇവിടെ അപ്പോൾ റിമൈനിങ് 4 മാത്രമേ ഉള്ളൂ. 10 മൈനസ് 7 3. 4ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ വി ബോറോ 1 ഫ്രം ദ നെക്സ്റ്റ് ഡിജിറ്റ്. ഇവിടെ അപ്പോ 5 മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ 14 ആയി. 14ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 6. ഡെസിമൽ പോയിന്റ് അതേപോലെ ഇട്ട് കൊടുക്കാം. 5ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 2 ആയി. ഇവിടെ 15 ആയി. 15 മൈനസ് 9 6. ഇവിടെ 2 മാത്രമേ ബാക്കിയുള്ളൂ. 2 മൈനസ് 2 0 ആയതുകൊണ്ട് 0 എഴുതേണ്ട ആവശ്യമില്ല. ആൻസർ 6.63. 6.63. മനസ്സിലായോ? മനസ്സിലായോ? എഴുതിയെടുത്തോ? പെട്ടെന്നൊന്ന് എഴുതിയെടുത്തേ. കേൾക്കുന്നില്ല മോനെ. മിസ് ഇപ്പൊ ബോർഡിൽ എഴുതിയതല്ലേ എഴുതിയെടുക്കണ്ടേന്ന്. ആ എഴുതിയെടുക്കണം. എഴുതിയെടുത്തില്ലേ? എഴുതിയെടുത്തു. വേഗം എഴുതിയെടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ. 210.012. 210.012 minus 199.893. 893. 2ൽ നിന്ന് 3 മൈനസ് ചെയ്യാൻ പറ്റില്ല. 1 കട ബോറോ ചെയ്ത് ഇവിടെ 12 ആയി. 12ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 9. ഇവിടെ 0 ബാക്കിയുള്ളൂ. ഇവിടൊന്നും പറ്റില്ല. ഇവിടൊന്നും പറ്റില്ല. ഈ 1 ഇങ്ങോട്ട് ബോറോ ചെയ്ത് ഇവിടെ 10 ഉണ്ട്. ഇവിടെ 10ൽ നിന്ന് 1 ബോറോ ചെയ്തു 9 ആയി. ഇവിടെ 10. 10 മൈനസ് 9 1. 9 മൈനസ് 8 1. പോയിന്റ്. ഇവിടെ 10 ഉണ്ട്. 10ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 1. ഇവിടെ 0 ആണ് ബാക്കിയുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് 1 ബോറോ ചെയ്യുന്നു. 10 മൈനസ് 9 1. ഇവിടെ 1 ബാക്കിയുള്ളൂ. 1 മൈനസ് 1 0. 11.119. 11.119. ഇത് നോട്ടിലേക്ക് എഴുതാനാ? ആ നോട്ടിലേക്ക് എഴുതണം. അറിയാൻ വേണ്ടി ചോദിച്ചതാ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇത് എഴുതിയെടുത്തോ? കഴിഞ്ഞോ? Fourth one. Finish, miss. Okay, fourth question നോക്കിക്കോ. 138 minus. എന്റെ കൂടെ തന്നെ എഴുതിക്കോ. 138 minus
കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആ ആൻസർ 10.119 അല്ലേ? അല്ല 119 അല്ലേ? 10 പോയിന്റോ? അതെങ്ങനെ 10 പോയിന്റ് വരാ? മിസ് എന്താ ഡെസിമൽ പാർട്ടിൽ ടെൻസിന്റെ അവിടെ 0 അല്ലേ? ഓക്കെ ഓക്കെ, ഇവിടെ 9 അല്ലേ വരുന്നത് അല്ലേ? ആ താങ്ക് യു. ഇപ്പൊ ഇവിടെ 0 വരും, 10.119. നോക്കി എഴുതുമ്പോ ഇതുപോലെ തന്നെ നോക്കി എഴുതണേ കേട്ടോ. ഒന്നും നോക്കണ്ട, ഞാൻ എന്താണോ എഴുതുന്നത് അതുപോലെ തന്നെ നോക്കി എഴുതണം. തെറ്റുണ്ടോന്നോ ശരിയാണോന്നോ ഒന്നും ചെക്ക് ചെയ്യരുത്. അടുത്തത് 138 മൈനസ് 19.679. 19.679. ആദ്യത്തെ നമ്പറിൽ ഡെസിമൽ പാർട്സ് ഇല്ലാത്തതുകൊണ്ട് 0 0 0 എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 1 ബോറോ ചെയ്യുന്നു. ഇവിടെ അപ്പോൾ 10 ആവും. 10ൽ നിന്ന് ഒന്നും കൂടി ഇങ്ങോട്ട് ബോറോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 9, ഇവിടെയും 9, ലാസ്റ്റ് പ്ലേസ് 10. 10 മൈനസ് 9 1, 9 minus 7 2, 9 minus 6 എഴുതണം. ഇവിടെ 7 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഒന്ന് ബോറോ ചെയ്യുന്നു. 17 മൈനസ് 9 8. ഇവിടെ 2 ആണ് ബാക്കിയുള്ളത്. 2 മൈനസ് 1 1. 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 1. 118.321. നമ്മൾ ഡെസിമൽ പാർട്ടിൽ ഡിജിറ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഡെസിമൽ ഡിജിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. Then ഒന്ന് ചെയ്തു നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുന്നോ? അഞ്ചാമത്തെ ചെയ്തു അല്ലെങ്കിൽ വേണ്ട, മൂന്നാമത്തെ ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 201.73 minus 19.853. 19.853. ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്ന് ശരിയാണോ നോക്കണേ. 181.877. 181.877. ഓക്കെ, അപ്പൊ അതില് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എല്ലാം ചെയ്തു. സബ്ട്രാക്ട് കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നതില് ടെക്സ്റ്റിൽ സ്പേസ് ഉള്ളതിൽ ടെക്സ്റ്റ് തന്നെ ചെയ്യാം, അല്ലാത്തത് നോട്ടിൽ എഴുതിയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പ്രോബ്ലംസ് ഓൺ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. വേർഡ് പ്രോബ്ലംസ് ഞാനിപ്പോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. വേർഡ് പ്രോബ്ലംസിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് അതിന് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് we have to study the multiplication of decimals. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ ഡെസിമൽ പോയിന്റിന്റെ പ്ലേസ് മാറിപ്പോയാൽ തെറ്റിപ്പോകും, അത്രേ ഉള്ളൂ.
ഫസ്റ്റ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് multiplying a decimal by a whole number, multiplying a decimal by 10, 100 and 1000, multiplying two decimals. മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. ആദ്യം ഒരു ഡെസിമലിനെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു ഡെസിമലിനെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദി റിപ്പീറ്റഡ് അഡിഷൻ അല്ലേ? നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡിഷൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെ പറയാം. 0.6 into 3, 0.6 into 3. എങ്ങനെ ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ 0.6 into 3 എന്ന് പറഞ്ഞാൽ 0.6നെ 3 തവണ ആഡ് ചെയ്യുന്നതല്ലേ അല്ലേ? 0.6 plus 0.6 plus 0.6 3 തവണ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എഴുതി ആഡ് ചെയ്യുന്ന സമയത്ത് 0.6 0.6 0.6 6 plus 6 plus 6 18. 18 നമ്മൾ 8 എഴുതി ഡെസിമൽ പോയിന്റ് ഇട്ടു 1 ഹോൾ നമ്പർ പാർട്ടിലേക്ക് മാറ്റി എഴുതി. അപ്പൊ 0.6 plus 0.6 plus 0.6 എന്ന് പറയുന്നത് 1.8 ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ റിപ്പീറ്റഡ് അഡിഷൻ ആയിട്ട് ചെയ്തു. നോർമൽ കേസിൽ 0.6 into 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ ഡെസിമൽ നമ്പറിലെ ഡെസിമൽ പോയിന്റും ഡെസിമൽ പാർട്ടും ഹോൾ നമ്പർ പാർട്ടും ഒന്നും കൺസിഡർ ചെയ്യാതെ അതിലെ ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 into 3 ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 6 into 3 6 into 3 എത്രയാ? 18 അല്ലേ? 6 into 3 18. 18 എന്ന് എഴുതാം. എന്നിട്ട് എവിടെയാ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുന്നതെന്ന് എങ്ങനെയാ നോക്കണ്ടേന്ന് അറിയോ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ഡെസിമൽ നമ്പർ, ആ ഡെസിമൽ നമ്പറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റ് എവിടെ വേണം? നമ്മുടെ ആൻസറിലും വേണം. നമ്മൾ എത്ര ആൻസർ എഴുതിയ? 18. 18ൽ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് നമ്മുടെ പ്രൊഡക്റ്റിലും വേണം. ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? 0.6 എന്ന് പറയുമ്പോൾ ഒറ്റൊരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ പ്രൊഡക്റ്റിലും ഒരു ഡെസിമൽ പ്ലേസ് മതി. That is 1.8. 1.8. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, പക്ഷേ ഡെസിമൽ പോയിന്റ് ഇടുന്ന അവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഇനി 0.5 into 12 ആണെങ്കിലോ? 12 വേണ്ട. 0.5 into 15. 0.5 into 15 എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റും ഒന്നും കൺസിഡർ ചെയ്യാതെ 15 into 5 ചെയ്യാം. 15 into 5 എത്രയാ? 75 കിട്ടി. ആ 75 നമ്മൾ അതേപോലെ എഴുതുന്നു. 75 അതേപോലെ എഴുതുന്നു. ഇനി എവിടെ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടും?
0.5-ല് ഇടയിൽ 75-ന്റെ ഇടയില് 0.5-ല് ഒരു ഡെസിമൽ പ്ലേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസറിലും എന്ത് മതി? ഒരു ഡെസിമൽ പ്ലേസ് മതി. ദാറ്റ് ഈസ് ദി ആൻസർ ഈസ് പ്രൊഡക്റ്റ് ഈസ് 7.5. നമ്മൾ ഹോൾ നമ്പർ എത്ര ഡിജിറ്റ് ആണെന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട. ഡെസിമൽ നമ്പർ ഡെസിമൽ പ്ലേസ് എത്ര വരുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. എക്സൈസ് 7.8. എക്സൈസ് 7.8-ല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.024 into 4. 0.024 into 4 എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിന്റും സീറോയും ഒന്നും കൺസിഡർ ചെയ്യേണ്ട. 24-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 16, remaining 1. 2 into 4 8 plus 1 96 എന്ന് കിട്ടി. ഓക്കെ, 96 എന്ന് കിട്ടി. ഇനി എന്ത് നോക്കണം? എവിടെ ഡെസിമൽ പോയിന്റ് ഇടേണ്ടത്? നമ്മുടെ ഡെസിമൽ നമ്പറിൽ 0.024 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൽ 3 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. 0 2 4 10th 100th 1000th 3 ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിലും എന്ത് തന്നെ വേണം? 3 ഡെസിമൽ പ്ലേസ് തന്നെ വേണം. 3 ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ 96-ന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ നമ്മൾ 0 ആഡ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡില്. ഇവിടെയാണോ ഇവിടെയാണോ? സൈഡില്. ഇവിടെ റൈറ്റ് സൈഡില് വെച്ചാൽ സൈഡില്. റൈറ്റ് സൈഡിലോ? അല്ല, ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യണ്ടേ. എന്നാൽ മാത്രമേ നമുക്ക് 3 ഡെസിമൽ പോയിന്റ് കിട്ടുള്ളൂ, 3 ഡെസിമൽ പ്ലേസ് കിട്ടുള്ളൂ. നമ്മൾ റൈറ്റ് സൈഡിൽ എത്ര 0 ആഡ് ചെയ്താലും ഇപ്പൊ 0.96000000 ഇട്ടാലും അവിടെ 2 ഡെസിമൽ പ്ലേസ് മാത്രമേ വരുന്നുള്ളൂ. 10th-ഉം 100th-ഉം 9-ഉം 6-ഉം. ബാക്കിയുള്ള അങ്ങോട്ട് എത്ര 0 ആഡ് ചെയ്താലും ആ 0-നൊന്നും വാല്യൂ ഇല്ല. നമുക്ക് എന്ത് വേണം? ഡെസിമൽ പ്ലേസിൽ ഡെസിമൽ പാർട്ടിൽ 3 പ്ലേസ് വേണം. 3 പ്ലേസ് വരണമെങ്കിൽ എന്ത് വേണം? 96-ന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ 0 ആഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് 0.096. എന്നാൽ മാത്രമേ എന്ത് വരൂ? ഡെസിമൽ പാർട്ടിൽ 3 ഡെസിമൽ പ്ലേസ് വരൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. അതിനകത്ത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ 0.016 into 7. 0.016 into 7 ഒന്ന് ചെയ്ത് നോക്കിയേ.